നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ നടത്തിയിരിക്കുന്ന ഒരു പരാമർശങ്ങൾ വിവാദമാവുകയാണ്. ലവ് ജിഹാദിനെ കുറിച്ച് നടത്തിയ ഒരു പരാമർശമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യം വർദ്ധിക്കുകയാണ് എന്ന് പറഞ്ഞ ശ്രീലേഖ അതിന് കാരണമായി ലവ് ജിഹാദിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യം വർദ്ധിക്കുകയാണ്. കേരളത്തിൽ പ്രോത്സാഹനം നൽകുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതെന്നും ആർ ശ്രീലേഖ കുറ്റപ്പെടുത്തി. സ്ത്രീകൾക്കെതിരെ പ്രവർത്തിക്കുന്നത് പുത്തരിയല്ല എന്ന രീതിയിലാണ് ഇവിടുത്തെ രീതികൾ. ലവ് ജിഹാദ് പോലെയുള്ള സംഭവങ്ങൾ ഇവിടെ നടക്കുന്നു. അതായത് ഇതിനെല്ലാം കണ്ണടച്ച് സർക്കാർ പിന്തുണ നൽകുന്നു എന്നാണ് ആർ ശ്രീലേഖയുടെ വിമർശനം. ദൈവവിശ്വാസം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നതെന്നും ആർ ശ്രീലേഖ പറഞ്ഞു. നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും അവർ കൽപ്പിക്കുന്നില്ല. വനിതാ പോലീസ് ഓഫീസറായ തനിക്ക് നേരെ വരെ ഒരു സംഭവം ഉണ്ടായി. ആ പ്രശ്നത്തിലും താൻ ഒറ്റയ്ക്കാണ് അതിനെ നേരിട്ടത്. ഇവിടുത്തെ ഒരു DGP പോലും തന്നെ പിന്തുണയ്ക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം DGP പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ചില വശങ്ങളുണ്ട്. ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് ഇത്തരത്തിലൊരു പ്രയാസം നേരിടേണ്ടി വന്നു. അവരെ മുറിക്കകത്ത് അടച്ചിടുന്ന സംഭവം ഉണ്ടായി. ഹെഡ് ലൈനിൽ നമ്പറിൽ അവർ വിളിച്ചിട്ടും പോലീസ് അവരെ സഹായിക്കാത്തത് അത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചില സാഹചര്യങ്ങളായതുകൊണ്ടാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു മന്ത്രി ആയതുകൊണ്ടാണ്. ഇവിടെ രാഷ്ട്രീയത്തിന് വില കവിഞ്ഞൊന്നും, ഇവിടെ രാഷ്ട്രീയത്തിനാണ് കൂടുതൽ വില. അതിൽ കവിഞ്ഞൊന്നും സംഭവിക്കില്ല. സ്ത്രീകൾക്ക് ഇവിടെ യാതൊരു സുരക്ഷയുമില്ല എന്ന തരത്തിലാണ് ആർ ശ്രീലേഖ ഇത്തരത്തിൽ വിമർശനം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ വിമർശനം നടത്തിയിരിക്കുന്നത് ഒരു NDA സ്ഥാനാർത്ഥി എന്നതിലുപരി മുൻ DGP കൂടിയാണ് എന്നതാണ് സംഭവത്തിന്റെ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ലവ് ജിഹാദ് പോലെയുള്ള അതിക്രൂരമായ കുറ്റകൃത്യം നടക്കുമ്പോൾ കണ്ണടയ്ക്കുന്ന സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്നും സ്ത്രീ സുരക്ഷയ്ക്ക് സംസ്ഥാനത്ത് പ്രാധാന്യമില്ലാത്തത് അതുകൊണ്ടാണെന്നുമാണ് മുൻ DGP കൂടിയായ ശ്രീലേഖ പറഞ്ഞിരിക്കുന്നത്. ബ്രഞ്ച് വിത്ത് ശ്രീലേഖ എന്ന പരിപാടിയിൽ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് ഉയർന്ന ചോദ്യത്തിന് മറുപടിയായാണ് ശ്രീലേഖ സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത്. അടുത്തിടെ മന്ത്രിയുടെ ഭാര്യയ്ക്ക് ദുരനുഭവം ഉണ്ടായപ്പോൾ നേരിട്ട് വിളിച്ചിട്ട് പോലും പോലീസ് ഇടപെട്ടില്ല എന്നും ശ്രീലേഖ ആരോപിച്ചു. ദൈവവിശ്വാസമില്ലാത്ത ഒരു സർക്കാരും ദൈവവിശ്വാസം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മന്ത്രിമാരും ഭരിക്കുന്ന ഒരു സർക്കാർ ആകുമ്പോൾ അവർ 100% സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാറില്ല. 2021 നിന്ന് 2026 എത്തി നിൽക്കുമ്പോൾ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യം 5 ഇരട്ടിയാണ് വർദ്ധിച്ചിരിക്കുന്നതെന്നാണ് കണക്ക്. കേരളത്തിൽ അതിന് പ്രോത്സാഹനം നൽകുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സ്ത്രീകൾക്കെതിരെ കുറ്റം നടത്തുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ കരുതുന്ന ഒരു സമൂഹമുണ്ട് ഇവിടെ. അത് താൻ പലപ്പോഴും കാണുന്ന കാര്യമാണ്. ഒരു വനിതാ പോലീസ് ഓഫീസറായിട്ടുള്ള തനിക്ക് നേരെ തന്നെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ അത് നേരിടുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കും. പരാതി പറഞ്ഞാലും DGP പോലും തന്നെ പിന്തുണയ്ക്കില്ല. അദ്ദേഹത്തിന് പിന്തുണയ്ക്കണമെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള അനുവാദം വേണം. രാഷ്ട്രീയ സ്വാധീനം പോലീസിൽ ഇത്ര കഠിനമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇല്ലാതാകുന്നത്. അത് പോലീസിൽ മാത്രമല്ല, അടുത്തിടെ ഒരു മന്ത്രിയുടെ ഭാര്യയെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ അടച്ചിട്ടപ്പോൾ അവർ 112 വിളിച്ചിട്ട് സഹായം കിട്ടാത്തതും ഈ ഒരു സാഹചര്യം കൊണ്ടാണെന്നും ആർ ശ്രീലേഖ കുറ്റപ്പെടുത്തി. ഇവിടെ രാഷ്ട്രീയത്തിനാണ് വില, അതിൽ കവിഞ്ഞൊന്നുമില്ല എന്നുള്ള സ്ഥിതി വന്നിരിക്കുന്നു. അതുകൊണ്ട് സ്ത്രീകൾക്ക് അരക്ഷിതാവസ്ഥയുണ്ട്. വട്ടിയൂർക്കാവിൽ MLA ആയാൽ തന്റെ 33 വർഷത്തെ പ്രവൃത്തി പരിചയം കൊണ്ടും നിയമത്തിലുള്ള അറിവ് കൊണ്ടും സ്ത്രീ സംരക്ഷണത്തിനുള്ള നടപടികൾ സ്വീകരിക്കും. കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഉന്നമനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സർക്കാർ മാറി വിശ്വാസികളുടെ സർക്കാർ വരണം. NDA ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിലെ സ്ത്രീകളുടെ സുരക്ഷ ഉണ്ടാവുകയുള്ളൂ എന്നും ആർ ശ്രീലേഖ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ പോലെ ഒരു വലിയ കാര്യം നടത്തി സ്ത്രീകളുടെ മാനം വരെ സംരക്ഷിച്ച ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. പക്ഷേ കേരളത്തിൽ അത് ഇല്ല എന്നുള്ളത് സ്ത്രീകൾ ഉൾപ്പെടെ മനസ്സിലാക്കണം. നരേന്ദ്രമോദിയുടെ അതേ തത്വങ്ങളും ആശയങ്ങളുമുള്ള ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടാകണമെന്നും ആർ ശ്രീലേഖ പറഞ്ഞു. എന്തായാലും പ്രചരണമൊക്കെ ശക്തമാക്കിയിരിക്കുകയാണ്. നേരത്തെയും സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ആർ ശ്രീലേഖ ഉന്നയിച്ചിരുന്നു. നേരത്തെ മലയാളി വാർത്തയോട് അതിരൂക്ഷമായ വിമർശനമാണ് സർക്കാരിനെതിരെ ആർ ശ്രീലേഖ ഉന്നയിച്ചത്. ആ ഒരു പ്രതികരണത്തിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. വളരെയധികം ചാരിതാർത്ഥ്യം തോന്നുന്നുണ്ട്. നന്ദിയുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി എന്നിൽ കാണിച്ച ഈ വിശ്വാസത്തിന് വളരെയധികം നന്ദിയുണ്ട്. ഇത് വളരെ ആത്മാർത്ഥമായിട്ട് എന്റെ കഴിയുന്ന നല്ല രീതിയിൽ ഞാൻ പ്രവർത്തനം നടത്തി വിജയിച്ചു വരും. അങ്ങനെയുള്ള ഒരു വലിയ ശുഭാപ്തി വിശ്വാസവും ഒക്കെ ഉണ്ട്. എത്രത്തോളം വിജയപ്രതീക്ഷയുണ്ട്? 100% വിജയപ്രതീക്ഷയുണ്ട്. യെസ്, 100%. ജനങ്ങൾ ചോദിക്കുന്നു എന്തിന് BJPക്ക് വോട്ട് ചെയ്യണം? എന്താണ് മാഡത്തിന്റെ ഒരു മറുപടി? എന്തുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്യണം? എന്തിന് LDFന് വോട്ട് ചെയ്യണം? ഈ അഴിമതി, കറുത്ത ഭരണം, ഇതുപോലെയുള്ള കെടുകാര്യസ്ഥത, നശീകരണം തുടർന്നു കൊണ്ടുപോകാനോ? ഇതുപോലെ കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങൾ കാണുന്ന ഈ വൻപിച്ച കടക്കെണിയില് കൂടുതൽ രൂക്ഷമാകാനായിട്ടാണോ? ഇതുപോലെ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് വൈറ്റ് വാഷ് അടിച്ച് നികുതി പണം വിട്ട് പ്രചാരണം നടത്തുന്നത് കൊണ്ടോ? ഇതുപോലെ കഴിവില്ലാത്ത കുറെ മന്ത്രിമാര് വീണ്ടും വന്നിരുന്ന് ഭരണം മുടിക്കാൻ വേണ്ടിട്ടോ? അതിനാണോ നിങ്ങൾ LDFന് വോട്ട് ചെയ്യേണ്ടത്? UDFന് നിങ്ങൾ എന്തിനു വോട്ട് ചെയ്യണം? കുറെ നാളായിട്ട് UDFന് വോട്ട് കൊടുത്തല്ലോ. ഇവിടെ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു നേതാവിന്റെ, ഒന്നും അറിഞ്ഞൂടാത്ത ഒരു നേതാവിന്റെ കീഴിൽ യാതൊരു കാര്യവും ഇന്ത്യക്ക് വേണ്ടിയിട്ടോ കേരളത്തിന് വേണ്ടിയിട്ടോ ചെയ്യാത്ത ഒരു UDF എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക്
ഇപ്പോ അതിന്റെ കൊഴിഞ്ഞു പൊക്കോണ്ടിരിക്കുന്ന അംഗങ്ങളുടെ ഒരു ഇതുവരെ കാൻഡിഡേറ്റിനെ പോലും തീരുമാനിക്കാൻ പറ്റാത്ത അന്തർധാരകളും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുള്ള ഒരു പാർട്ടിക്ക് വേണ്ടി നിങ്ങൾ ഇതിന് വോട്ട് കൊടുക്കണം. അതേസമയം നമ്മുടെ ഭാരതത്തിനെ കഴിഞ്ഞ 11 വർഷമായിട്ട് ഇപ്പൊ 12ാമത്തെ വർഷം ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഏറ്റവും ഉന്നതിയിൽ നിർത്തിയിരിക്കുന്ന ഒരു നരേന്ദ്രമോദിജി നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ഭാരതത്തിൽ എന്തെങ്കിലും വികസനം കൊണ്ടുവന്നിട്ടുള്ളൂ. ഇപ്പൊ അവിടെ ഭാരതം ഇപ്പോ ലോകരാഷ്ട്രങ്ങളിൽ 4ാമത്തെ സ്ഥാനം സാമ്പത്തിക രാഷ്ട്രമായിട്ട് നിൽക്കുന്നു. എന്ത് കാര്യത്തിനും ലോകങ്ങളുടെ നേതാക്കന്മാര് നമ്മുടെ ഭാരതത്തിനെ മാനിക്കുന്നു. ഒരു ഭാരതീയനാണ് എന്ന് പറഞ്ഞ് എവിടെ പോയാലും അതിനുള്ള ഒരു ബഹുമാനം നമുക്ക് കിട്ടുന്നു. ഈ ഒരു പദവി നരേന്ദ്രമോദിജി ഭാരതത്തിന് കൊണ്ടുവന്നെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന മറ്റ് സംസ്ഥാനങ്ങൾ വികസന പുരോഗതിയുടെ പാതയിൽ മുന്നേറുമ്പോൾ കേരളം മാത്രം ഇരുട്ടി കടന്നുകൊണ്ട് ഇനി വീണ്ടും മറ്റു പാർട്ടികൾക്ക് കേരളം വോട്ട് ചെയ്യണോ, അതോ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ നാടിനെയും പ്രകാശത്തിലേക്ക് നയിക്കണോ? അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പോൾ ശത്രുക്കൾക്കെതിരെയുള്ള പ്രധാന ആയുധങ്ങൾ എന്തൊക്കെയാണ്? ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ ഒരു ആയുധമാക്കി മാറ്റുമോ ഈ ഒരു പ്രചരണ കാലത്ത്? തീർച്ചയായിട്ടും അത് ആയുധമാക്കേണ്ട കാര്യമില്ല, അതാണ്. കാരണം അത് ശബരിമല കൊള്ള എന്ന് പറയുന്നത് സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു വലിയ സംഗതിയാണ്. നമ്മുടെ ഭഗവാന് പോലും അമ്പലങ്ങളിൽ പോലും ഒരു സുരക്ഷയില്ല, അതിൽ നിന്ന് പോലും സ്വർണം കട്ടെടുക്കും ഇവിടെയുള്ള ആൾക്കാർ എന്നുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാക്ഷിയെ മരവിപ്പിച്ചിരിക്കുന്നതാണ്. അത് ഒരു പാർട്ടി അല്ല ചെയ്തിരിക്കുന്നത് എന്നറിയാം. ഇതിന്റെ ഏറ്റവും മുഖ്യ പ്രതിയായിട്ടുള്ള ആൾക്ക് ഇരു പാർട്ടികളിലും സോണിയാഗാന്ധിയായിട്ടും മറ്റു പല എംപിമാരുമായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട്. ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന ദേവസ്വം മിനിസ്റ്ററായിട്ടും ദേവസ്വത്തിലുള്ള ആൾക്കാരായിട്ടും മന്ത്രിമാരായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇരു പാർട്ടികളിലും ബന്ധം വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു കൊള്ള തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമായിട്ട് ജനം മനസ്സിലാക്കണം. അത് കൂടാതെ മറ്റു പല കാര്യങ്ങൾ ഇപ്പം ഓരോരോ MLA-മാരായിട്ട് എടുത്തു നോക്കൂ. ഇപ്പൊ തന്നെ ശ്രീ ആന്റണി രാജു ഒരു വല്ലാത്ത ഒരു കേസിലല്ലേ പെട്ടിരിക്കുന്നത്. അദ്ദേഹം വീണ്ടും ആ കേസ് തള്ളിക്കളഞ്ഞല്ലോ. അപ്പൊ അതിന് അദ്ദേഹത്തിന് ഒരു മുഖച്ഛായ തന്നെ മാറിയിരിക്കുന്ന ഒരു അവസരമാണ്. ഇതുപോലെ മിക്കവാറും എല്ലാ MLA-യും വളരെ മോശം സ്വഭാവമുള്ള വളരെ 5000 കാമുകിമാരുണ്ട് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നവരെ തന്നെ മന്ത്രിയായിട്ട് വാഴ്ത്തി വലിയ നിലയിൽ കൊണ്ട് നടക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്ന പാർട്ടി അതെല്ലാം ആയുധമായിട്ട് വരണം. ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ അത് ജനങ്ങൾക്ക് അത് മനസ്സിലാകണം. ഇതാണ് ഒരു സ്ഥലത്ത് ഒരു MLA ആയിട്ട് നിന്ന് കഴിഞ്ഞാല് 2 മാസം കഴിയുമ്പോൾ എനിക്ക് MP ആവാൻ ഒരു അവസരം കിട്ടിയെന്ന് പറഞ്ഞ് അതിട്ടിട്ട് പോകുന്ന MLA-മാരുള്ള പാർട്ടി അതും ഒരു ആയുധമാകണം. അതുപോലെ വഴക്കുകൾ ഇട്ട് പിണങ്ങിപ്പൊക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകളുമായിട്ട് കൂട്ടുകൂടിക്കൊണ്ട് PFI പോലെയുള്ള സംഘടനകളുമായിട്ട് കൂട്ടുകൂടിക്കൊണ്ട് വോട്ട് ബാങ്ക് ആക്കി അത് വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടി, ഇതെല്ലാം ആയുധമാകണം. ഈ ശബരിമല യുവതീ പ്രവേശന വിഷയത്തില് സർക്കാർ എടുത്ത നിലപാട് അത് U-turn അടിച്ചിരിക്കുകയാണ്. അപ്പോ ഭക്തരെ അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണോ U-turn അടി? എന്ത് തോന്നുന്നു? ഇത് ഇലക്ഷന്റെ തന്നെ ഒരു ഇതായിട്ടാണ് അവര് ഇലക്ഷൻ ജയിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള താൽക്കാലിക കാര്യമാണ്. ഇപ്പൊ ഇവര് കഴിഞ്ഞ പ്രാവശ്യം ഈ 5 വർഷത്തിന് മുമ്പുള്ള ഇലക്ഷൻ സമയത്താണ് സ്ത്രീ സമത്വം, സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ മാനവികത, സ്ത്രീ മാനവികത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് ശബരിമലയിലെ യുവതീ പ്രവേശനം അനുവദിച്ചത്. അതും ഭക്തജനങ്ങളായിട്ടുള്ള ഒരു യുവതിക്കും ശബരിമല കയറണ്ട. പക്ഷെ ഇതുപോലെയുള്ള ലിബറേറ്റഡ് വിമൻ, ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നവർക്ക് മാത്രമാണ് ശബരിമല ആഗ്രഹം എന്ന് പറഞ്ഞത്. അപ്പൊ അവരെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യാനാണ് സർക്കാർ ആ ഒരു യുവതീ പ്രവേശനം നടപ്പിലാക്കി കൊടുത്തത്. അതും എങ്ങനത്തെ രീതിയിലാണ് രഹസ്യമായി യുവതികളെ കൊള്ളാത്ത, അതായത് സമൂഹത്തിൽ വിലയും നിലയും ഇല്ലാത്ത യുവതികളെ പോലീസ് യൂണിഫോം ധരിപ്പിച്ച് ജീപ്പിന്റെ പുറകിൽ കിടത്തിയിട്ടൊക്കെ കൊണ്ടുപോയിട്ടൊക്കെയാണ് ആരെയോ പറ്റിക്കുന്ന പോലെയാണ് ഇത് അവർ നടപ്പിലാക്കിയത്. എന്നിട്ട് അയ്യപ്പനെ കുറിച്ച് എന്തൊക്കെ കുഴപ്പം പറഞ്ഞതാണെന്ന് എത്രയോ കേസുകൾ എടുത്ത് എത്രയോ പ്രവർത്തകരെ തല്ലിച്ചതച്ചു. എന്നിട്ട് ഇപ്പം അത് സുപ്രീം കോടതിയിൽ വീണ്ടും വന്നപ്പോ അതിലൊരു നിലപാട് മാറ്റം വരുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഇലക്ഷന്റെ സമയത്ത് ഹിന്ദുക്കളുടെ എതിരല്ല ഞങ്ങൾ, ആ വോട്ട് കിട്ടുന്നെങ്കിൽ വന്നോട്ടെ എന്നുള്ള വിചാരത്തിന്റെ പുറത്ത് മാത്രമാണ്.